നമ്മളെല്ലാം അറിയുന്ന ശ്രീ നാരായൺ ഭ്രാന്തൻ സന്യാസിയാണ്. അദ്ദേഹത്തെ കുറിച്ച് കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം അറിയാം, അദ്ദേഹം വളരെ തിടുക്കത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ശ്രീ നാരായൺ ഭ്രാന്തൻ അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നടക്കുമ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അറിയാം, വളരെ വിയർപ്പ്, വളരെ ക്ഷീണിതൻ അല്ലെങ്കിൽ ദാഹിക്കും. അപ്പം അങ്ങനെ കയറിയപ്പോൾ കടയിൽ ഗ്ലാസുകൾ നിറച്ച് വെള്ളം വെച്ചിരിക്കുവാണ്. അപ്പോൾ അദ്ദേഹം എടുത്ത് കുടിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യരെല്ലാം കൂടെ പുറകെ വന്നവരെല്ലാം വെള്ളം എടുത്ത് കുടിച്ചു. എല്ലാവരും ദാഹം ശമിച്ചു. ഈ ഗുരു ശ്രീനാരായണ ഗുരു ഇദ്ദേഹം അങ്ങോട്ട് നടക്കുകയാണ്. നാരായണ ഭ്രാന്തൻ ഗുരു അദ്ദേഹം നമ്മുടെ ശിഷ്യന്മാരെല്ലാം പുറകെ. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും വീണ്ടും ദാഹം. അപ്പം അങ്ങനെ അവിടെ കുഞ്ഞു പോലെ ഒരു ചെറിയ കട കണ്ടു. അത് കള്ള് ഷാപ്പായിരുന്നു. അവിടെ ഗ്ലാസുകളിലെല്ലാം കള്ള് നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഈ നാരായണ ഭ്രാന്തൻ ആ ഒരു ഗ്ലാസ് കള്ളെടുത്ത് കുടിച്ചു. വന്ന ശിഷ്യരെല്ലാം കൂടി അതെടുത്തിട്ട് കുടിച്ചു. അങ്ങനെ എല്ലാവരും ദാഹം ശമിച്ചു. അങ്ങനെ നടന്നു. വീണ്ടും നടക്കുകയാണ്. അങ്ങനെ നടന്നപ്പോൾ വീണ്ടും കുടിച്ചു കണ്ടു. ദാഹം, കഠിനമായ ക്ഷീണം. അപ്പം അവിടെ ഈ നമ്മുടെ ഓട് ലോഹമുണ്ടല്ലോ, ഇത് ചെമ്പ് ഓട്. അപ്പോൾ ഓട് ഉരുക്കി ഒഴിച്ച് ഗ്ലാസുകളിൽ ഒഴിച്ച് വീണ്ടും ഓടിൻ്റെ ഗ്ലാസുകൾ നിർമ്മിക്കുന്ന ഒരു കടയായിരുന്നു. അത് ചെറിയ കുടില്. ഇദ്ദേഹം ചെന്നു. ഭയങ്കര ദാഹം. ഇദ്ദേഹം ഓട് ഉരുക്കി ഒഴിച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ ആ ദ്രാവകമായിട്ടുള്ള ഓട് ആ ഉരുക്ക് എടുത്ത് കുടിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യരെ പുറകെ വന്നവരാരും എടുത്ത് കുടിച്ചില്ല. ഇതാണ് നമ്മുടെ കാലത്തിൻ്റെ ഇന്നത്തെ പശ്ചാത്തലം. അതായത് നമ്മുടെ നേതാക്കള് ഗുരുക്കളെല്ലാം നമ്മൾ അനുകരിക്കും. എവിടെ? കംഫോർട്ടബിൾ സോൺ വരെ നമുക്ക് ദോഷമില്ല, നമുക്ക് ബുദ്ധിമുട്ടുകളില്ല, നമുക്ക് സംഘർഷങ്ങളില്ല, നമുക്ക് വലിയ പ്രയാസങ്ങളില്ലാത്ത പരിധി വരെ നമ്മൾ ഈ നേതാക്കളെയും ഗുരുക്കളെയും അനുകരിക്കും. അത് കഴിഞ്ഞ് അനുകരിക്കില്ല. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആദർശങ്ങൾ, മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തനിക്ക് കിട്ടിയിട്ടുള്ള ഗുരുത്വം, തനിക്ക് കിട്ടിയിട്ടുള്ള നല്ല കാഴ്ചപ്പാട്, ആദർശങ്ങളെല്ലാം ഏതറ്റം വരെ പോയി അത് പാലിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാകുവാനും ഈ സാധിച്ചിട്ടുള്ള വലിയ കാര്യമാണ്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഇനി ഒത്തിരി കാര്യങ്ങൾ അതിലേക്ക് നീങ്ങാതെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ